നമസ്കാരം, ഞാൻ ജോയ്സ് മാത്യു. ഷെഖിന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ കത്തിയാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. 29 വയസ്സുള്ള മൊറോക്കോക്കാരനാണ് ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വെയ്മറിലെ നാഷണൽ തിയേറ്ററിന് മുന്നിലുള്ള പ്രശസ്തമായ ഐസ് റിംഗിലാണ് സംഭവം. പ്രതി കത്തി ഉപയോഗിച്ച് നിരവധി ആളുകളെ ആക്രമിച്ച ശേഷം പോലീസിനെ ഭീഷണിപ്പെടുത്തി. തുടർന്ന് പോലീസ് കുരുമുളക് സ്പ്രേ ഉപയോഗിക്കുകയും ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ആക്രമണ ശ്രമം തടയുന്നതിനിടെ പോലീസ് ഉപയോഗിച്ച കുരുമുളക് സ്പ്രേ കാരണം പ്രതിക്കും മറ്റു 3 പേർക്കും നിസ്സാര പരിക്കുണ്ട്. ആക്രമണത്തിന് ദൃക്സാക്ഷിയായവർ പോലീസിനെ ബന്ധപ്പെടണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കാലിഫോർണിയയിൽ നടന്ന കൂട്ടവെടിവെപ്പിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. 8, 9, 14, 21 വയസ്സ് പ്രായമുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്ന് സാൻ ജോaquin കൗണ്ടി ഷെരീഫ് ഓഫീസ് വക്താവ് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വടക്കൻ നഗരമായ സ്റ്റോക്ക് ടൗണിലെ ഒരു റെസ്റ്റോറന്റിൽ നടന്ന സംഭവത്തിൽ മറ്റ് 11 പേർക്ക് പരിക്കേറ്റു. ഒരു പ്രതി ഇപ്പോഴും ഒളിവിലാണ്. യുഎസിൽ ഏറ്റവും കർശനമായ തോക്ക് നിയമങ്ങൾ നിലവിലുള്ള സ്ഥലമാണ് കാലിഫോർണിയ. വാഷിംഗ്ടൺ ഡിസിയിൽ നാഷണൽ ഗാർഡ് അംഗത്തിന് നേരെയുണ്ടായ വെടിവയ്പ്പിനെ തുടർന്ന് അമേരിക്കയിൽ അസൈലം അപേക്ഷയ്ക്ക് മേലുള്ള തീരുമാനങ്ങൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനിശ്ചിതകാലത്തേക്ക് മരവിപ്പിച്ചു. നേരത്തെ അസൈലം ലഭിച്ച ഒരു അഫ്ഗാൻ പൗരനാണ് വെടിവയ്പ് നടത്തിയതെന്നത് വലിയ സുരക്ഷാ വീഴ്ചയായി കണക്കാക്കിയാണ് ഈ അസാധാരണ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തീരുമാനം ദീർഘകാലത്തേക്ക് തുടരുമെന്നും ഇതിന് നിലവിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ഈ ഉത്തരവ് പ്രകാരം നിലവിലുള്ള അപേക്ഷകൾക്ക് ഇനി പരമാവധി സുരക്ഷാ പരിശോധനകൾ നേരിടേണ്ടി വരും. 3ാം ലോകരാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം ശാശ്വതമായി തടയാനും നീക്കമുണ്ട്. ഇത് അമേരിക്കയിൽ അസൈലം കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കി. അപേക്ഷകളിൽ തീരുമാനമാകാത്തത് വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിന് തടസ്സമുണ്ടാക്കും. കൂടാതെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള നടപടികൾ കൂടുതൽ ശക്തമാകുന്നതോടെ ഇന്ത്യക്കാർക്കുള്ള ആശങ്കയും വർദ്ധിച്ചിരിക്കുകയാണ്. ശ്രീലങ്കയ്ക്ക് കൈത്താങ്ങുമായി ഇന്ത്യ. വ്യോമസേനയുടെ യുദ്ധവിമാനം മരുന്നും മറ്റും മെഡിക്കൽ ഉപകരണങ്ങളുമായി ലങ്കയിലെത്തി. ലങ്കൻ ആരോഗ്യ വകുപ്പിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. പരിശീലനം നൽകാൻ പ്രത്യേക മെഡിക്കൽ സംഘവും കൊളംബോയിലെത്തി. 750ഓളം ഇന്ത്യക്കാരെയാണ് ഇതുവരെ നാട്ടിൽ തിരിച്ചെത്തിക്കാനായത്. ഇന്ത്യൻ സർക്കാരിനും സേനാംഗങ്ങൾക്കും നാട്ടിലേക്ക് മടങ്ങിയവർ നന്ദി പറഞ്ഞു. ഡിറ്റ്വ ചുഴലിക്കാറ്റ് കൂടുതൽ ദുർബലമായതായി റിപ്പോർട്ട്. ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള മഴക്കെടുതിയിൽ ശ്രീലങ്കയിൽ 334 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. 370 പേരെ കാണാതായെന്നും സർക്കാർ അറിയിച്ചു. വിനോദസഞ്ചാര നഗരമായ കാൻഡിയിൽ മാത്രം 88 പേരാണ് മരിച്ചത്. രാജ്യത്ത് 12 ലക്ഷത്തോളം ദുരിതബാധിതർ ഉണ്ടെന്നും ശ്രീലങ്കൻ സർക്കാർ വ്യക്തമാക്കി. രക്ഷാദൌത്യത്തിനിടെ ലങ്കൻ വ്യോമസേനയുടെ ബെൽ 212 ഹെലികോപ്റ്റർ തകർന്നു വീണ് പൈലറ്റ് വിംഗ് കമാൻഡർ നിർമ്മൽ സിയാംബാല പിതിയയ്ക്കും ജീവൻ നഷ്ടമായി. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന മറ്റ് 4 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അടിയന്തരാവസ്ഥയിലെ അധികാരങ്ങൾ തെറ്റായി പ്രയോഗിക്കില്ല എന്ന പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തെ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ മാസം 8-ാം തീയതി വരെ അടച്ചിടുന്നതായിരിക്കും. പാകിസ്ഥാനിൽ ഭീകരപ്രവർത്തനം നടത്തുന്നതിനായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഭീകരരെ അതിർത്തി വഴി കടത്തിവിടുന്നുണ്ടെന്ന് പാക് സേന ആരോപിച്ചു. പാകിസ്ഥാൻ അതിർത്തി പോസ്റ്റുകൾക്ക് നേരെ വെടിവെച്ച് ശ്രദ്ധ തിരിച്ചാണ് ഭീകരരെയും കള്ളക്കടത്തുകാരെയും നുഴഞ്ഞുകയറാൻ അഫ്ഗാൻ താലിബാൻ സൈന്യം സഹായിക്കുന്നതെന്നാണ് ആരോപണം. ഇതിന്റെ ദൃശ്യം ISPR വെള്ളിയാഴ്ച പുറത്തുവിട്ടിരുന്നു. 2500 കിലോമീറ്റർ അതിർത്തിയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ളത്. 25 കിലോമീറ്റർ തോറും പാക് സൈന്യത്തിന്റെ കാവൽപ്പുരകളുണ്ട്. എന്നാൽ അതിർത്തി മുഴുവൻ ഇത് സ്ഥാപിക്കാൻ കഴിയില്ല എന്നും അമേരിക്കയ്ക്ക് പോലും പൂർണ്ണമായി അതിർത്തി അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ചൗധരി പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ താവളമാക്കിയിരിക്കുന്ന തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടന പാകിസ്ഥാനിൽ ആക്രമണം ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് ചൗധരിയുടെ പ്രസ്താവന. ഇതിന്റെ പേരിൽ അഫ്ഗാനിസ്ഥാനുള്ളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തുകയും ഇരു രാജ്യവും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചെയ്തിരിക്കുകയാണ്. ബന്ധം മെച്ചപ്പെടുത്താൻ നടത്തിയ ചർച്ച പരാജയപ്പെടുകയും ചെയ്തിരുന്നു. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി US അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയ യുക്രൈൻ പ്രതിനിധികൾ. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. ചർച്ചകൾ ഫലപ്രദമായിരുന്നെന്നും എന്നാൽ മികച്ച ഫലത്തിനായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. സൈനികമായും രാഷ്ട്രീയമായും സമ്മർദ്ദം നേരിടുന്നതിനിടയിലാണ് ഉക്രൈൻ US അധികൃതരുമായി ചർച്ചയ്ക്കെത്തിയത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജറോദ് കുഷ്നർ എന്നിവരുമായാണ് ഉക്രൈൻ സംഘം ചർച്ച നടത്തിയത്. വ്ളാഡിമിർ പുടിനുമായും US സംഘം കൂടിക്കാഴ്ച നടത്തും. ഇതിനു മുന്നോടിയായാണ് ഉക്രൈനുമായുള്ള കൂടിക്കാഴ്ച. ചർച്ചയിൽ പരിഹാരമുണ്ടാവുകയെന്നത് എളുപ്പമുള്ള കാര്യമല്ല.
എല്ലാവരും പ്രായോഗികമായ പരിഹാരം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും യുഎസും റഷ്യയും തമ്മിൽ അടുത്തയാഴ്ച നടക്കുന്ന ചർച്ചകളിൽ തങ്ങളുടെ ആവശ്യം അവതരിപ്പിക്കുമെന്നും ഉക്രൈൻ സംഘത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രതിനിധി അറിയിച്ചു. യുഎസ് മുന്നോട്ട് വെച്ച 28 അംഗ പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വേണമെന്നാണ് ഉക്രൈന്റെ ആവശ്യം. വേൾഡ് ടുഡേ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.